Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്പായസമാണ്. അപ്പോൾ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന നെയ്പായസം ഉണ്ടല്ലോ, അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. 1 കപ്പ് ഉണക്കലരി. അപ്പോൾ ഞാൻ ഈ ഉണക്കലരിനെ ഞാൻ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചു. നല്ലതായിട്ടൊന്നും പൊടിക്കേണ്ട, ഒന്ന് അരിയൊക്കെ ഒന്ന് രണ്ടായിട്ടൊന്ന് സ്പ്ലിറ്റ് ആയാൽ മതി. അപ്പോൾ കഴുകുന്നതിന് മുന്നേ തന്നെയാണ് ഞാനൊന്ന് പൊടിച്ചത്. പൊടിച്ചതിന് ശേഷം അപ്പം ഈ ഉണക്കലരി അങ്ങനെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ അങ്ങ് ഒരുപാട് പൗഡർ പോലെ ഒന്നും ആവത്തൊന്നുമില്ല. ഒന്ന് ഒരുപാട് നേരം മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചയച്ചാൽ മതി. അപ്പം തന്നെ ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിക്കോളും. ഇത് ഞാൻ വെള്ളത്തിലിട്ട് കഴുകിയെടുത്തു. ഒരുപാട് നേരമൊന്നും കഴുകണ്ട, കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ പുറമേയുള്ള തവിടൊക്കെ പോകും. ആ തവിട് നമ്മൾ കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ്, നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ഒത്തിരി നല്ലതാണ്. അപ്പോൾ അതങ്ങ് ഒരുപാടൊന്നും കഴുകിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 3 പ്രാവശ്യമൊക്കെ ഒന്ന് കഴുകിയെടുത്തേച്ചാൽ മതി. ഇത് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിത് കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അരി വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചേക്കാം. ഞാനിതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി വേണ്ടത് ശർക്കരയാണ്. ഞാനിപ്പോൾ 1/2 കിലോ ശർക്കരയാണ് എടുത്തു വെച്ചേക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 7 കട്ട ശർക്കരയുണ്ട്. ഇതൊന്ന് ഉരുക്കിയെടുക്കണം. ഉരുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണേണ്. സ്റ്റവ് ഓണാക്കാം. ഇനി ഈ ശർക്കര ഈ വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഉരുകി വരണം. അപ്പോൾ ഈ ശർക്കരയ്ക്കത് അഴുക്കൊക്കെ കാണും. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കുന്നത്. നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നല്ല ഡാർക്ക് ബ്രൗൺ കളറിലെ പായസമായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ അധികം കളറില്ലാത്ത ശർക്കരയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയും കളർ വരത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിൻ്റെ അത് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തേച്ചാൽ മതി. അപ്പോൾ പഞ്ചസാര ഇടുമ്പോഴത്തേക്കും ഈ ശർക്കരയ്ക്ക് നല്ല കളർ വരും. നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ ശർക്കരയ്ക്ക് കളറില്ല എന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തേച്ചാൽ മതി. അപ്പം നല്ല കളർ വരും ഇതിന്. ഇപ്പം നമുക്കൊന്ന് ആദ്യം ഒന്ന് ഉരുക്കിയെടുക്കണം. അത് ചെറിയ തീയിലിട്ട് വേണം ഇത് ഉരുക്കിയെടുക്കാനായിട്ട്. അതല്ലാന്ന് ചെറു തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ അങ്ങ് തിളച്ച് മുകളിലോട്ട് പൊങ്ങി വരുന്നത്. ഈ ടൈമിൽ തന്നെ ഞാൻ അരിയും അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ശർക്കര നല്ലതായിട്ട് അലിഞ്ഞ് നല്ല പാനിയായിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് അഴുക്കൊന്നുമില്ല. ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അറിയാം നല്ല ശർക്കരയാണോ ഇത്. അഴുക്കുണ്ടെങ്കിൽ ഇത് നമ്മളിങ്ങനെ തവിച്ച് ഇളക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇത് നിറച്ച് മണ്ണും കരടും ഒക്കെ കാണും. ഇതിപ്പോൾ നല്ല നീറ്റായിട്ടുള്ള ശർക്കര തന്നെയാണ്. ഇത് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തേക്കാം. അരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് കുക്കറിൽ വേവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഫ്ലെയിമിൽ 1 വിസിൽ, ലോ ഫ്ലെയിമിൽ 2 വിസിൽ. അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഫുൾ പ്രഷർ പോയതിന് ശേഷമാണ് ഞാനിത് ഓപ്പൺ ചെയ്തത്. അപ്പോഴേക്കും ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഒരുപാട് കുഴഞ്ഞൊന്നും പോകരുത്, ചെറുതായിട്ടൊരു തരി വേണം. അങ്ങനെയാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു ഉരുളി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടായി കഴിയുമ്പോൾ കുറച്ച് മുന്തിരി. അപ്പോൾ ഇതിന് ശരിക്കും കറുത്ത മുന്തിരി, ഇങ്ങനത്തെ പായസം ഉണ്ടാക്കുമ്പോൾ കറുത്ത മുന്തിരിയാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ കറുത്ത മുന്തിരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളുത്ത മുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത്. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കും. നെയ്യിലേക്ക് ഇടാം. ഇനി ഈ മുന്തിരി ഈ നെയ്യിലകത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വറുത്തെടുക്കാം. മുന്തിരി മൂത്തിട്ടുണ്ട്. ഇതങ്ങ് കോരിയെടുക്കാം. മൂത്തുന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാ വെച്ചാൽ മുന്തിരി അങ്ങ് നല്ല ബോൾ പോലെയാകും. അപ്പം തന്നെ ഇതങ്ങ് എടുത്തേക്കാം. അത് ഒരുപാട് നേരം കിടന്നു കഴിഞ്ഞാൽ ഇതങ്ങ് കരിഞ്ഞു പോകും. ഇതിലേക്ക് 2-3 കശുവണ്ടി,
കശുവണ്ടി നിർബന്ധമില്ല. മുന്തിരി എന്തായാലും വേണം കേട്ടോ. മുന്തിരി ചേർക്കുമ്പോൾ എന്തെല്ലാം കറുത്ത മുന്തിരി ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കാണാൻ നല്ല ഭംഗിയായിരിക്കും അത്. കശുവണ്ടി ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. മൂത്തൂന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു ചെറിയൊരു ബ്രൗൺ കളറാകും. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർക്കാം. ഈ ചോറിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര ചേർക്കാം. ശർക്കര ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കണേണ്. ഇതിന് ഈ ചോറ് ഇനി ഈ ശർക്കരയിൽ കിടന്നിട്ട് ഒന്ന് കുറച്ച് സമയം തിളയ്ക്കണം. അത് തിളച്ചാൽ മാത്രമേ ഈ ചോറിലേക്ക് ഈ മധുരം അങ്ങോട്ട് കയറി പിടിക്കത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്കിതിനകത്ത് എന്തെങ്കിലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കാം. ഇതിനകത്ത് വലിയ കട്ടയൊന്നും ഇല്ല, കുറവാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് 1/2 കിലോ ശർക്കര ചേർത്തേക്കുന്നത്. അത് നല്ല മധുരമുണ്ട്. ഇനി അതിനേക്കാളും കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർത്തേച്ചാൽ മതി. ഇനി ഇതിലേക്ക് വേണ്ട കുറച്ച് തേങ്ങയാണിത്. ഇതൊരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങയാണിത്. അത് ഫുള്ളിൻ്റെ അകത്തേക്ക് ചേർക്കാം. തേങ്ങയും കൂടി ചേർത്തിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കിയത്. ഇളക്കില്ല എന്നുണ്ടെങ്കിൽ ഇത് അടുക്കി പിടിക്കും. ഇതിപ്പോൾ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പഞ്ചസാര ചേർത്തപ്പോഴത്തേക്ക് ശർക്കരയ്ക്ക് കുറച്ചും കൂടെ കളർ വന്നിട്ടുണ്ട്. ഇത് ഒട്ടും കളറില്ലാത്ത ശർക്കരയായിരുന്നു അത്. അപ്പോൾ ഇങ്ങനത്തെ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല കറുത്ത ശർക്കര ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാണാൻ നല്ല ഭംഗിയായിരിക്കും. നല്ല കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഉരുളി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് നല്ല ചൂടാണത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇത് മതി. അപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ നെയ്യ് ചേർക്കുക. ഇതിപ്പോൾ നെയ്പായസം അല്ലേ, അപ്പോൾ നെയ്പായസം ആകുമ്പോഴത്തേക്ക് കുറച്ചധികം നെയ്യ് വേണം ഇതിൻ്റെ അകത്ത്. ഏകദേശം ഞാൻ 2 ടേബിൾ സ്പൂണുകളും നെയ്യ് ചേർത്തിട്ടുണ്ട്. ഈ നെയ്യ് അതിലേക്ക് ചേരണം. ഇതിലേക്ക് കുറച്ച് കൽക്കണ്ടം അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് വറുത്ത് വെച്ചേക്കണ കശുവണ്ടിയും മുന്തിരി വേണം, അതിലേക്ക് ചേർക്കാം. ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കാം. അപ്പോൾ ഞാൻ ഏലക്കേൻ്റെ അകത്ത് കുറച്ച് ഒരു 6 ഏലക്ക ഉണ്ടായിരുന്നു. അത് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ച് വെച്ചിരുന്ന അതും ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ചൂടാറി കഴിയുമ്പോൾ ഇതൊന്ന് കുറുകി വരും. ഇനി ഇതിലേക്ക് ഞാൻ 2-3 തുളസിയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നതാണ്. ഇത് ആ വയലറ്റ് കളറിലെ തുളസിയാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ആ തുളസിയുടെ ഇലയും കൂടി കിടക്കുമ്പോഴാണ് അതിനൊരു ഫ്ലേവർ, നല്ലൊരു ഫ്ലേവർ വരുന്നത്. പിന്നെ കുറച്ച് ചെത്തിപ്പൂവും കൂടി ഉണ്ട്, അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇപ്പം നെയ്പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക.
അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.